മിനിമം 70 ലിറ്റർ പാല് ഞങ്ങൾ ഇവിടെ അളക്കുന്നുണ്ട്. എങ്ങനെ ഞങ്ങൾക്ക് തീറ്റ ചെലവ് കഴിഞ്ഞാൽ ഒരു 10-15 രൂപ ഒരു 10 ദിവസം കൂടെ നേരത്തെ ഞങ്ങൾ അക്കൗണ്ടിൽ വരും. പണ്ട് കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനായിരുന്നു ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതന്നെ ഞങ്ങൾ തൊഴിലായിട്ട് എടുക്കുക. സ്വന്തമായി നല്ലൊരു വീടില്ല, ഉള്ള വീട്ടിലേക്ക് സ്വന്തം വഴിയില്ല, ആകെയുള്ള വരുമാനം 9 പശുക്കൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കർഷക കുടുംബത്തെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്താണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക നിലവാരം എങ്ങനെയാണ് പശുവിലൂടെ ഉയരുന്നത് എന്നതാണ്. അപ്പൊ ഇതിന്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാട്ടോ. ചേട്ടാ നമസ്കാരം. 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 പേര് പറയാവോ? എന്റെ പേര് സതീഷ് എന്നാണ്. മേലൂർ കുന്നപ്പള്ളിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ എത്ര വർഷമായി പശു വളർത്താൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പൊ 6 വർഷമായി. ഈ പശു വളർത്തലേക്ക് വരാൻ എന്താ കാര്യം? അത് ഞങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. മിക്കവരും തന്നെ കൊറോണ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ടാക്സി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാർട്ട് ഫീൽഡ് ഞങ്ങൾക്ക് കൊറോണ സമയത്തേക്ക് അടഞ്ഞ സമയത്ത് ഞങ്ങള് ഇതിനെക്കുറിച്ച് ആദ്യം 2 കിടാക്കളാണ് മേടിച്ചത്. കിടാക്കള മേടിച്ച് ഞങ്ങള് നോർമൽ ലെവലിൽ തുടങ്ങാന്നുള്ള കണ്ടീഷനിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചെന്ന് ഇച്ചിരി ലോണൊക്കെ എടുത്ത് മേടിച്ച ആദ്യത്തെ പശുവാണ് ഇത്. 5 വർഷമായോ? 5 വർഷമായുള്ളു. ഇപ്പൊ 3, ഇതിപ്പോ 4ാമത്തെ പേരാവള്. അതെല്ലേ? കുട്ടികളൊക്കെ എന്ത്? കുട്ടികളൊക്കെ അക്കരെ ഞങ്ങളെ തന്നെ ഒരു ചെറിയൊരു ഫാം അക്കരെ ഉണ്ട്. അവിടെ നിർത്തിയിരിക്കുകയാണ് ഞങ്ങള്. ഇപ്പൊ നിലവിലെ ഇവക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും, ഇവക്ക് 2 കാമ്പേ ഉള്ളൂ. 11 ലിറ്റർ പാല് കറക്കുന്നുണ്ട് അവളെ. ഇപ്പൊ ചെന്നൈയിലേക്കാണ്, 6-7 മാസം ചെന്നൈയിലേക്കാണ് ആള്. പ്രത്യേകിച്ച് തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെയല്ല ഞങ്ങൾ കൊടുക്കുന്ന മെയിനായിട്ടും TMR തന്നെയാണ് കൊടുക്കുന്നത്. കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ബാക്കിൽ കാണുന്നത് ഡമ്മിയാണ്. 2 കാമ്പ് ഡമ്മിയാണ്. മറ്റേ 2 കാമ്പിൽ നിന്നാണ് 11 ലിറ്റർ പാലുൽപാദനം ഉള്ളത്. ഇപ്പൊ എന്തായാലും ഫസ്റ്റ് കൊണ്ടുവന്ന പശു എന്തായാലും അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് അതിന്ന് വരച്ചു വെച്ചതാണ്. അതെ, അവളൊരു ഐശ്വര്യം തന്നെയാണ്. ഐശ്വര്യം തന്നെയാണ്. ഓക്കെ, പേര് പറയാം. അവിടെ പേര് നന്ദിനിയാണ്. നന്ദിനി. ഓക്കെ, സുന്ദരി. സോറി, സുന്ദരി എന്നാണ്. ഇവള് ഞങ്ങള് കണ്ടെന്നിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നേ ഉള്ളൂ. കല്യാണിക്കുട്ടി എന്നാണ് ഇവള്. ഇപ്പം 2ാം പേരെ ചെനയാണ് ഇവള്. അപ്പൊ ശരിക്കും ഇവിടെ എത്ര പശുക്കളുണ്ട്? ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിലവിൽ 6, 3, 9 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അത് കാണാൻ. ഇതാണ് ഞങ്ങളെ ഫസ്റ്റ് തൊഴുത്ത്. സുന്ദരി പശു ഉൾപ്പെടെ 5 പശുക്കള് ഈ ആദ്യം ഇവിടെയാണ് നിന്നത്. ഓക്കെ. അപ്പൊ ഒറ്റയടിക്ക് നല്ല പൈസ ചെലവാക്കിയത്, ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ഡെവലപ്മെന്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ തന്നെയാണ് ചെമ്മണ്ണാണ് ഞങ്ങൾ ഇറക്കുന്നത്. അതെ, നമ്മള് കാണുന്ന അവസ്ഥയൊക്കെ വാ കാണിച്ചു തരാം. അപ്പുറത്ത് നല്ലൊരു തൊഴുത്ത് പണിതിട്ടുണ്ട്, അതെന്തായാലും നമുക്ക് കാണാട്ടോ. അവിടെയാണ് ഇപ്പൊ എത്ര പശുക്കളുണ്ട്? 9. ഇവിടെ തൊഴുത്തിൽ 4 എണ്ണം ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ. 4 എണ്ണം നിർത്തിയിട്ടുള്ളൂ. ഞങ്ങക്ക് നിലവില് ഒരു 2 എണ്ണം 3 എണ്ണം ഞങ്ങക്ക് ചെന പിടിക്കാതെ അക്കരെ ഞങ്ങളെ ഫാമിൽ നിപ്പുണ്ട്. ചെന പിടിക്കാതെ അങ്ങോട്ടേക്ക് മാറ്റൂലേ? മാറ്റും ഞങ്ങള്. അപ്പൊ ഈ ഒരു തൊഴുത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പാലുൽപാദനമുള്ള പശുക്കളെയാണ് നിർത്തുന്നത്. അത് എങ്ങനെയാ? ഈ തൊഴുത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നിലവില് പ്രസവിച്ച ഒരു 3 ദിവസം കഴിയുന്നേരത്തേക്ക് ഈ തൊഴുത്തിലോട്ട് കൊണ്ടുവരും. ഇവിടെ ഒരു 6 മാസം ചെനയാവുന്ന പശുക്കളെ അങ്ങോട്ട് മാറ്റും. 6-5 മാസം ആവുന്നേരത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് മാറ്റും. അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കറക്കണ പശുക്കൾ മാത്രം. അപ്പൊ ഇത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അതാണ് കിട്ടിയതാണ്. ഞങ്ങൾക്ക് ഏകദേശം 3-4 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവായി ഇവിടെ. ഓക്കെ, ശരിക്കും എത്ര രൂപ നമുക്ക് കിട്ടിയത്? 75,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. 75,000 കിട്ടും, 4 ലക്ഷം രൂപ ചെലവായി. അതിനും വേറെ കാര്യമുണ്ട് അല്ലേ? കട്ടൊക്കെ ചുമന്നോണ്ട് വന്ന എല്ലാ സാധനം സകല സാധനം ചുമന്നാ കയറ്റിയത് ഇവിടെ. അപ്പൊ ഇങ്ങോട്ട് വഴിയില്ലാത്തോണ്ട് എങ്ങനെയാണ് പുല്ലും അതുപോലെ ഞങ്ങൾ താഴെ ഒരു അമ്പലപ്പടി എന്നാണ്, അമ്പലത്തിന്റെ ഒരു പടിയുണ്ട്, അവിടുന്ന് അവിടുന്ന് ചെമന്ന് ഞങ്ങൾ കയറ്റുന്നത്. ഈ വഴി ഒരു തൽക്കാലമായിട്ട് അവര് തന്നിക്കുന്നതാണ് ഞങ്ങൾക്ക്. അത് വഴി അടയ്ക്കും അവരിപ്പം അടയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണത്. അതെ, അത്രയും ഇത് ഡേഞ്ചർ ആണ് ഇവിടെ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്? എനിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കാൻ നേരത്തേക്ക് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾക്ക് 4-5 ലോണുകളോ ഉണ്ടായിരുന്നു. അടച്ചു തീർത്ത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇനിയിപ്പോ 2 ലോണും കൂടെ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ളത്. ഈ പശു വളർത്തലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഗുണങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽമയിലെ ഏറ്റവും കൂടുതൽ പാൽ അളന്നത് അടിച്ചില് മേഖലയിൽ ഏറ്റവും കൂടുതൽ അളന്നിക്കുന്നത് കിട്ടിക്കുന്നത് എനിക്കാണ്. ഈ തൊഴുത്തിൽ ഇപ്പൊ ഏകദേശം എത്ര ലിറ്റർ പാൽ ഉത്പാദനമൊക്കെ ഉണ്ട് പശുക്കൾക്ക്? ഇവിടെ ഇപ്പൊ രാവിലെ 35 ലിറ്റർ രാവിലെ ഉണ്ട്. വൈകുന്നേരം ഒരു 20-22 ലിറ്റർ പാല് വൈകുന്നേരം ഉണ്ട്.
പാല് വിൽപ്പനയൊക്കെ എങ്ങനെ? ഡയറക്റ്റ് സൊസൈറ്റി തന്നെയാണ്. സൊസൈറ്റിയിലാണ്. അപ്പൊ സൊസൈറ്റി കൊടുക്കുമ്പോ എങ്ങനെയുണ്ട് നമുക്ക് ലാഭം? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ തീറ്റ കൊടുത്ത ശേഷമാണ് എനിക്ക് പിന്നെയും ലാഭമായി വന്നത്. തീമാർ കൊടുത്ത ശേഷമാണ് പിന്നെയും ലാഭമായിട്ട് ഞങ്ങൾക്ക് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 42, 43 നിന്ന് ഇളംപാലൊക്കെ ചെല്ലാൻ 42, 43 നിന്നത് ഇപ്പൊ 45, 46, 48 ആ റേഞ്ചിലോട്ട് ഞങ്ങൾ കയറി വന്നു. വീടുകളിൽ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ നോക്കാൻ നേരത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന സൊസൈറ്റികളിൽ നിന്നാണ്. അതായത് സബ്സിഡി തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ 58 മിനിമം ഞാൻ പാലളക്കുന്ന 55 രൂപ 56 രൂപ സബ്സിഡി ഉൾപ്പെടെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്നിടത്തേക്ക് പശു വളർത്തുന്നത് ഈ ചേട്ടൻ ഒറ്റയ്ക്കല്ല, അമ്മയും പിന്നെ ഭാര്യ എല്ലാരും കൂടിയല്ലേ? എല്ലാരും കൂടിയാ. പേര് പറയാവോ? രമണി. രമണി. ഓക്കെ. ഈ അമ്മ എല്ലാത്തിനും പേരിട്ട് നല്ല സ്നേഹിച്ചാണ് വളർത്തുന്നത്. ഇവിടെ പേര് പറയാവോ? ഇവിടെ പേര് ജാനിക്കുട്ടി, സീത. ഇത് അവർക്ക് ഒറിജിനൽ പേര് മോള തന്നെ. കൊമ്പില്ലാത്തോണ്ടായിരിക്കും. ഇത് കിങ്ങിണി. പണിക്ക് പോകുന്നുണ്ടല്ലേ? അത് രാവിലെ മോളും ചെയ്യും. പിന്നെ ഞാൻ പണിക്ക് പോവാത്ത ദിവസങ്ങളൊക്കെ ഞാനും മോനും മോളും കൂടി പുല്ലിനും ഇതൊക്കെ കൊണ്ടുവരും. പശുവിന്റെ കാര്യങ്ങൾ നോക്കും. അപ്പൊ ഇത്രയും കേറി വരണ്ടേ? അമ്മ ചെയ്യോ? അപ്പൊ പണിക്ക് പോകുമ്പോ എത്ര മണിക്കാണ് ഈ പുല്ലൊക്കെ വെട്ടണ? അഡ്ജസ്റ്റ് ചെയ്യില്ലേ? അത് 1:30 ഞാൻ മുടങ്ങിയിട്ട് രാവിലെ ഒരു 7, 8, 8:30 ആകുമ്പോ പോയിട്ടുണ്ടെങ്കിൽ 1 മണി ആകുമ്പോഴേക്കും ഒരു ലോഡ് പുല്ലായിട്ട് വരും. അത് കൊണ്ടുവന്ന് അവിടെ ഇറക്കി അവിടെ നിന്ന് ചോക്കണം. എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ എന്തായാലും നമുക്ക് ഒരു ഇഷ്ടവും അതുപോലെ വരുമാനം ഉള്ളതുകൊണ്ടായിരിക്കും അമ്മ ചെയ്യണം. അതല്ലേ? ചേച്ചി പേര് പറയോ? എന്റെ പേര് രജിത. പശു വളർത്തിട്ട് ചേച്ചിക്ക് എന്താ ഗുണം ശരിക്കും പറഞ്ഞ? ഗുണം ഇതൊക്കെ അമ്മ പറഞ്ഞത് തന്നെ. അതായത് ലോണൊക്കെ അടച്ച് തീരുന്നു. പിന്നെ ഓരോ വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാലോ. നമ്മുടെ കൈത്തൊഴിലായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പണിയാണിത്. പുല്ലിറക്കാൻ പോകുന്ന എങ്ങനെയാ? അമ്മ ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് പോവും. ആഘോഷമായിട്ട് പോകില്ലേ? ഒരുമിച്ച്. അത് തന്നെയാണ് വിജയം. കുടുംബമായിട്ട് ഒരുമിച്ച് പശു വളർത്തുമ്പോ നമുക്ക് എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് വരുമാനം ഉണ്ടാവും. പിന്നെ എല്ലാരും ഒരുമിച്ചാകുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കള അധികം പ്രായമൊന്നുമില്ല. എന്താ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരിലേക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചേച്ചി ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ തെരഞ്ഞെടുത്തത്? പണ്ട് കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അച്ഛനായിരുന്നു ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് തന്നെ ഞങ്ങൾ തൊഴിലായിട്ട് എടുക്കുക. സാധാരണ ചാണകം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചേച്ചി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണില്ല. എന്റെ അച്ഛനാണോ? ഇത് അമ്മായിച്ചനാണ്. അതെയോ? സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. അച്ഛനൊക്കെയാണ് പുല്ല് വെട്ടാനും ഇതൊക്കെ വരുന്നത്. എല്ലാ കാര്യങ്ങളും. മോഹൻ എന്നാണ് പേര്. എങ്ങനെയുണ്ട് അപ്പച്ച പശു വളർത്തലൊക്കെ? അതെയോ? ഞാൻ ഇറങ്ങി പോകും, പുല്ല് കണ്ടിക്കാനൊക്കെ ഞാൻ പോകും. അതുപോലെ ഞങ്ങൾ വരുമ്പോ ഒരു സമയമാവും. ആ സമയത്തിന് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുകയല്ലേ. അപ്പൊ എത്ര മണിക്ക് ഫാമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് 7-7:30 കറവ തീർന്ന് കുളിപ്പിച്ച് കറവ തീർന്ന് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:45 പാല് സൊസൈറ്റി എത്തിക്കും. വന്നു കഴിഞ്ഞ് 8 മണിക്കുള്ളിൽ തീറ്റ ഇവർക്ക് കൊടുത്തിരിക്കും ഇവർക്ക്. ആ തീറ്റ കൊടുത്തൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇവരെ പുറത്തിറക്കി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ തൊഴുത്ത് കഴിവൽ മാത്രമേ ഉള്ളൂ. അത് 1 മണിക്കൂർ കൊണ്ട് പരിപാടികളെല്ലാം കഴിയും. 2 തൊഴുത്തിന്റെയും പരിപാടികൾ 1 മണിക്കൂർ കൊണ്ട് കഴിയും. എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പൊ പശു വളർത്തിട്ട് ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റുമോ? പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എനിക്കിപ്പോ ഇവിടെ ഉള്ളത് 6 പശുക്കളാണ്. അതിൽ 4 എണ്ണം കണ്ടിന്യൂ ഇവിടെ കറവയായിരിക്കും. 365 ദിവസവും ഞങ്ങൾ ഇവിടെ പാലളക്കുന്നുണ്ട് സൊസൈറ്റിയില്. മിനിമം 70 ലിറ്റർ പാല് ഞങ്ങൾ ഇവിടെ അളക്കുന്നുണ്ട്. എങ്ങനെ ഞങ്ങൾക്ക് തീറ്റ ചെലവ് കഴിഞ്ഞാൽ ഒരു 10-15 രൂപ ഒരു 10 ദിവസം കൂടെ നേരത്തെ ഞങ്ങൾ അക്കൗണ്ടിൽ വരും. ശരിക്കും എല്ലാവർക്കും ഡൗട്ടാണ്, ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കും, പശു വളർത്തിയിട്ട് ലാഭമാകുമോ അതോ നഷ്ടമോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നം, അങ്ങനെ ഒരു ഡൗട്ട് നോർമലി അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പശു വളർത്തുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പശുക്കളെ കൂടെ നടന്ന് അതിനെ നോക്കാനും അതിൻ്റെതായിട്ടുള്ള എന്ത് വരുന്നുണ്ടോ, അതിൽ എന്താണ് അതിന്റെ വരുമാനം, എങ്ങനെയാണ് ആ വരുമാനം ഇത് ചെയ്യണമെന്നുള്ളതും കൂടെ. ചേട്ടൻ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞു? പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇപ്പൊ 6 മാസം ഞങ്ങൾക്ക് ഇവിടെ മഴ, 5 മാസത്തോളം ഞങ്ങൾക്ക് മഴയായിരുന്നു. ഇനി 5 മാസം വേണലാണ്. 5-5.5-6 മാസത്തോളം ഞങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് കിടക്കുന്നതാണ് ഒരു വരുമാനം ഇതില്. ചാണകം ഉണക്കി വിൽക്കല്. അതിപ്പോ നോർമലി ഞാൻ മെഷീനിലോട്ട് ആക്കാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ
അത്രയും നോർമൽ ഓവർലോഡ് ഞങ്ങൾക്ക് ചാണകം വരുന്നുണ്ട് ഇപ്പം. ഓക്കെ. അപ്പൊ മെക്കാനിസം ആവുമ്പോ നമുക്ക് അത്യാവശ്യം എളുപ്പമാവും. പിന്നെ ചാണകം മഴയത്തും നമുക്ക് ഉണക്കി വിൽക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോ ചാക്കി നമ്മൾ എത്രയ്ക്ക് വിൽക്കാൻ? ഇവിടെ 200 രൂപയാണ് ചാക്ക്. 200, 250 കൊടുക്കുന്ന ആൾക്കാരുണ്ട്, 300 കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പം ഞാൻ ഇവിടെ 200-നാണ് ചാണകം ഉണക്കി കൊടുക്കുന്നത്. ഇപ്പൊ പശുവിനെ വെച്ചിട്ട് എന്താണ് ഭാവി പ്ലാൻ? ഭാവി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ശരിക്കും എത്ര ഇപ്പൊ എത്ര 9 എണ്ണം അല്ലെ? 9 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര കൂട്ടാനുള്ള ആഗ്രഹമുണ്ട്? ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് ഇവിടെ 5-6 എണ്ണം ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ. ബാക്കി 3 എണ്ണം ചെന പിടിക്കാത്തോണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിക്കുന്നതാണ്. അപ്പൊ ആ മാറ്റി നിർത്തിക്കുന്നതിൽ നിന്നും അത് വേറൊരു 4 എണ്ണം കൂടെ തൊഴുത്ത് പണിയത് മാറ്റണം എന്നുള്ളൊരു സജ്ജീകരണമാണ്. പിന്നെ ഞങ്ങൾക്ക് വഴിയില്ല. അത് പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞങ്ങൾക്ക് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി ഞങ്ങള് രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും ഈ വഴി കൂടെ തന്നെ വേണം കേറി ഇതിലേ നടന്നിഞ്ഞു വരാൻ. ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ അടുത്ത് നിങ്ങൾ അടുത്ത് നോർമലി ഞങ്ങൾ ഈ പുല്ല് തീറ്റ ഇതെല്ലാ സാധനവും ചുമന്നുകൊണ്ട് വരുന്നത് ഇതിലെയാണ്. ഞങ്ങളിപ്പോ നിലവിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇവര് ഈ വഴി അടക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത് ഇവിടുന്ന് വിറ്റ് വേറെ അങ്ങോട്ടെങ്കിലും വഴി മാറാന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോഴത്തേക്കും താഴത്തെ കണ്ണം ഞങ്ങളൊരു കൂട്ടുകാരൻ, എൻ്റെ ഒരു കൂട്ടുകാരനാണ് കണ്ണം പറഞ്ഞ അവിടെ അതിലെ വഴി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ചെറിയൊരു തിരക്കിലാണല്ലേ. 9 പശുക്കളുണ്ട്, നമുക്ക് ജീവിച്ച് പോവാം അല്ലേ? നിലവിൽ 9 എണ്ണം ഒന്നും വേണ്ട, 4 എണ്ണം മതി. 9 എണ്ണം ഒന്നും നമുക്ക് നിലവില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഞങ്ങളൊരു ഇതിപ്പം ചെയ്യുന്ന പറഞ്ഞാൽ 4 പശുക്കൾ ഞങ്ങൾക്ക് കറവ ഇവിടെ ഉണ്ടാവും. കണ്ടിന്യൂ കറവ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. 2 എണ്ണം ഇപ്പം കറവ മൂപ്പായി പ്രസവത്തിന് കയറിയാൽ പോലും 4 എണ്ണം ഞങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ HF പാലുൽപാദനം കൂടുതലുള്ള പശുക്കളാണ് കൂടുതൽ എടുക്കുന്നത് അല്ലേ? അല്ല, ഓവർ അങ്ങനെ നമ്മളെ HF അങ്ങനെ ഒന്നും നമ്മൾ അങ്ങനെ പോകില്ല. ഒരു ജേഴ്സി ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം മിനിമം ഞങ്ങൾക്ക് അത് അങ്ങ് അറ്റം നിൽക്കുന്ന പശുവിനെ ആണെങ്കിൽ ഒരു കാമ്പ് പോയതാ. അത് കണ്ടില്ലല്ലേ? ഇതിപ്പോ 3 കാമ്പ് കറക്കാനല്ലായിരിക്കും അല്ലേ? 3 കാമ്പേ ഉള്ളൂ. ഇല്ല, 3 കാമ്പേ ഉള്ളൂ ഇതിന്. അപ്പൊ ശരിക്കും എത്ര ലിറ്റർ പാല് കിട്ടും? ഇതിന് ഞങ്ങക്ക് ഇപ്പം പാല് കുറഞ്ഞു, 7 ലിറ്ററേ ഉള്ളൂ. തുടക്കത്തിൽ 9 ലിറ്റർ പാല് ഞങ്ങൾ മേടിക്കുന്നിടത്ത് 7 ലിറ്റർ പാലെന്നും പറഞ്ഞിട്ടുണ്ട്. TMR തീറ്റ കൊടുത്തതിന് ശേഷം 9 ലിറ്റർ പാല് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2 പശുക്കൾ കാമ്പ് പോയത് പശുക്കള്. പക്ഷെ നിർത്താൻ കാരണം അന്ന് നിർത്തിയത് ഞങ്ങൾ നോർമലി നിർത്തുന്നത്. ഇത് എങ്ങനെ കളിച്ചാലും ഞങ്ങൾക്ക് അടുത്ത പേരിന് ഞങ്ങൾക്ക് എന്ത് കളിച്ചാലും ഞങ്ങൾക്ക് ഒരു 11-12 ലിറ്റർ പാല് അടുത്ത പേരിന് ഞങ്ങൾക്ക് കിട്ടും. സാധാരണ ഫാമാർ നിർത്താറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമാർക്ക് അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു കാമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോർമലി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാസം ചെനയായി കഴിഞ്ഞ് ഇറങ്ങി കറവ മൂപ്പിന് അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് അവിടെ മരുന്നേറ്റിടും. അതിന്റെ അതുപോലെ തന്നെ ആയിരുന്നു. അതിന് ഒരു കാമ്പ് പോയതായിരുന്നു, ആ കാമ്പ് കിട്ടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ? എന്താണ് ശരിക്കും ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ട്യൂബ് മേടിച്ച് കയറ്റിയിടാണ്. ഇതിന്റെ ഈ ചെറിയ കാമ്പില്ലേ, ഈ കാമ്പ് പോയതായിരുന്നു. പാല് കുറവായിരുന്നു, തീരെ കുറവായിരുന്നു ആദ്യത്തെ പേരിന്. ഇതിപ്പോ 2ാം പേരാണ്. ആദ്യത്തെ പേരിന് അത് കാമ്പ് പോയതായിരുന്നു. ശരിക്കും മിക്കവരും പറഞ്ഞ കാമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ കിട്ടാൻ പാടുണ്ട്. അതായത് കാമ്പ് കല്ലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ആദ്യ പേരിൽ അത് അവര് വീട്ടുകാരെ ശ്രദ്ധിക്കാതെ പറ്റിയതാണ്. നമ്മളെ എന്നല്ല, മേടിച്ച വീട്ടുകാരെ ശ്രദ്ധിക്കാതെ പറ്റിയതായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാമ്പ് പോവില്ല. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക നിലവാരം പശുവിലൂടെ എങ്ങനെയാണ് ഉയരുന്നത് എന്നാണ്. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.